ജാമ്യം കിട്ടിയാൽ ആ സമയം അവിടെ നിന്ന് സ്കൂട്ടാവണം. അതറിയാത്ത ഒരു പൊട്ടനും ഈ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പൊട്ടനല്ലാതെ ഇവൻ എന്തൊരു പൊട്ടനാണാവേ, ഇവൻ എന്നാ പൊട്ടനാ. എന്നിട്ട് പറയാ അകത്ത് വേറെ ആരാണ്ടൊക്കെ ബില്ലടയ്ക്കാൻ പൈസ ഇല്ലാത്തവരൊക്കെ അകത്ത് കിടപ്പുണ്ട്, അവരെ സഹായിക്കാനാണ്. ഇവന് പുറത്തിറങ്ങിയിട്ടങ്ങ് സഹായിച്ചാൽ പോരെ. ഇവൻ അകത്ത് നിൽക്കുന്നതിനൊക്കെ എളുപ്പമല്ലേ പുറത്ത് നിന്ന് സഹായിക്കാൻ, വക്കീലിനെ അറേഞ്ച് ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ പുറത്തിറങ്ങിയാൽ ചെയ്യാൻ പറ്റും. അത് പോരാ, അകത്ത് നിന്ന് പുള്ളി ഇവൻ എന്തോ ചെയ്യുന്നു, ഇവൻ ആരാ ഇതൊക്കെ ചെയ്യുന്നത്, എനിക്കറിയാൻ വേണ്ടി ഇവൻ ആരാ ഒരു വെള്ളയും ഒരു തൊലിഞ്ഞ വേഷവും കെട്ടി നടക്കുന്ന ഇവനാരാ, സ്വാതന്ത്ര്യ സമര സേനാനിയോ? അതില്ല അവന് നമ്പർ മാത്രമേ കൊടുത്തുള്ളതാണ്. അയ്യേ ഊള ചുമ്മാ നമ്പർ ഇറക്കുക കിടന്നുണ്ട്. പക്ഷേ ഇയാളെ വിചാരം എന്തോ, ഇയാളെ ആശുപത്രിയിൽ ഒന്നും പോയിട്ടില്ല. ഇപ്പൊ ഇയാളെ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോടാ, ഇവൻ അതിൽ കൂടുതൽ ആൾക്കാരെ സഹായിക്കാൻ കിട്ടും. ഇവൻ ഇടയ്ക്ക് കുറെ ചാരിറ്റി ഉണ്ടാക്കുന്നതാണല്ലോ അല്ലേ. അവിടെ ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അങ്ങ് ചെല്ല് എന്ന് കയറി. ഇതൊരുമാതിരി നമ്പറാ അകത്ത് കിടപ്പുണ്ട്. അവൻ ഇപ്പോഴും അറിഞ്ഞ കേട്ടോ, അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ ബുദ്ധിമുട്ടുള്ളവരെ ശരിക്കും കണ്ടതെന്ന് തോന്നുന്നു. അങ്ങനെ പറയുന്ന കേട്ടാല്. ഇതിനു മുമ്പ് സഹായമായിട്ട് പോയപ്പോ ഇവൻ കണ്ടില്ലേ ആൾക്കാർ, ഇവൻ എത്ര പേര് ഇവന് ചാരിറ്റിക്ക് റിക്വസ്റ്റ് ചെയ്ത് കാണും അല്ലേ. ഇഷ്ടം പോലെ കാണും, നമ്മളെ കൊണ്ട് വേണം തരാം. ഇഷ്ടംപോലെ കാര്യങ്ങളായിട്ട് ആൾക്കാർ ബുദ്ധിമുട്ട് ഇവിടെ. അപ്പോഴവൻ അകത്ത് കയറിയപ്പോൾ അവൻ അവിടെ കിടന്നൊരു പരിപാടി നടത്തണം. ഇവൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാടാ ഇവൻ, എനിക്ക് അറിയാൻ വേണ്ടി വെക്കും. ഇവൻ ഏത് ക്ലാസ്സിലാണ് പഠിത്തം നിർത്തിയെന്ന് അന്വേഷിക്കണം. ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത് ഈ ഊളത്തരൊക്കെ പറയുന്നതിന്. അവിടെ നിന്നും ചാരിറ്റി ചെയ്യണമെന്ന്. ഓ ഭയങ്കര നന്മ കളിച്ചതാ കേട്ടോ, ഓവറായി പോയി. നന്മ ഒരല്പം കൂടിപ്പോയോ. ഇതുപോലെ ഉണ്ടോ പൊട്ടത്തരം കാണിക്കുന്നവന്മാര്. ഇപ്പൊ മരമണ്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുണ്ട്. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം മരത്തിൽ കൊത്തിയെടുക്കുന്ന മണ്ടൻ, അതാണ് ഈ മരമണ്ടൻ എന്ന് പറയുന്നത്. ആ പ്രത്യേക മരത്തിന്റെ പേരാണ് എനിക്കറിയത്തില്ല, അതും പറയാൻ. എന്തല്ലേ കിടന്ന് പട്ടി ഷോ, എന്നിട്ട് ഡയലോഗ്. ഓയ്യോ, ഇതിനിടയിൽ അയാൾ കളിക്കേണ്ട ഒരു ആവശ്യമില്ല. മര്യാദയ്ക്ക് ഇറങ്ങുക, മനസ്സിലായില്ലേ. അവിടെ ചെന്ന് കിടന്ന് ഷോ കാണിക്കാൻ ഇതന്നെ. അത് ഷോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലെന്ന് വിചാരിച്ചോ? നാട്ടുകാർക്ക് മൊത്തം മനസ്സിലാവും, കോടതിക്ക് മനസ്സിലാവും, പോലീസുകാർക്ക് മനസ്സിലാവും. ഇതൊരു ഇതാണ് തുടങ്ങി പട്ടിഷ തുടങ്ങി എന്ന് പറയും ആൾക്കാർ. അല്ല എന്തുവാ പിന്നെ അതിൽ കൂടുതൽ എന്തുവാ ഇവിടെ എന്തോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈയോടെ സ്വാതന്ത്ര്യ സമര സേനാനി ഇനി അതും പറഞ്ഞു കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. അതായിരിക്കും പുള്ളി വലിയ ഡയലോഗ്. ഇയാളെ എന്താ ചെയ്യണ്ടേ? ഇറങ്ങിയേക്കുവാ. ഇനി ഇലക്ഷൻ വല്ലതും കയറി നിൽക്കുവാവോ? പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കയറി നിന്നാ ജയിക്കുകയും ചെയ്യും. നാട്ടുകാരല്ലേ മണ്ടന്മാരാ, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ പാടിനെയൊക്കെ പിടിച്ച് എവിടെയെങ്കിലും കൊണ്ട് നിർത്തി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നാട് മുടിയാതിരിക്കുന്നത് എങ്ങനെയാ? കുറെ പേരെ എങ്ങാണ്ട് കുറെ കോടികളുള്ളതിനകത്ത് ഇവരെല്ലാവരുടെയും പരിപാടി ചെയ്താൽ കുറച്ച് പൈസയൊക്കെ എടുത്ത് കൊടുക്കും. ഈ കുറച്ച് ടാക്സ് എക്സംഷനും മറ്റേത് മറിച്ചതൊക്കെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നവരോ ചാരിറ്റി കാണുന്നത്. അല്ല സാധാരണക്കാർ ചാരിറ്റി കൊടുക്കുന്നവരാണെന്ന് ആരും വിചാരിക്കരുത്. ഈ ബിസിനസ്സുകാരും സിനിമാടന്മാരും ഒക്കെ ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ശമ്പളത്തിൽ നിന്ന് 1000 രൂപ എടുത്ത് കൊടുക്കുന്നവരല്ല അവർ കൊടുക്കും. കമ്പനികൾക്കൊക്കെ ഇതുകൊണ്ട് വേറെ ബെനിഫിറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് ചെയ്യുന്ന. അതും അതിനകത്തുനിന്നും വെട്ടിച്ചും തട്ടിച്ചും പിന്നെയും വെട്ടിക്കാനായി കൂടുതൽ ഉണ്ടാക്കുന്ന കിടന്നുണ്ട്. അതെല്ലാ വർഷവും ഇവരുടെ കയ്യിലുണ്ട് കുറച്ച് സാധനങ്ങൾ. എല്ലാം നിങ്ങൾക്ക് അത് അറിയാത്തോണ്ട് അതിനെപ്പറ്റി വ്യക്തതയില്ലാത്ത ആൾക്കാർ കിടന്ന് ചുമ്മാ കിടന്നുകൊണ്ട് ഇവരൊക്കെ കാണുമ്പോൾ അയ്യോ ഭയങ്കര നന്മയാണേ, സിനിമാടിന്റെ നന്മ കുറച്ച് കൂടുതലാണേ, ഫ്ലഡ് ഉണ്ടാകുമ്പോൾ ഇത്ര കൊടുത്തേ ഓടികൾ കൈ വെച്ചോണ്ടിരുന്നിട്ട് അതിനകത്തുനിന്ന് വളരെ കുറച്ചൊരു തുച്ഛമായ പൈസ കൊടുക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 1000 രൂപയുടെ 5 രൂപ കൊടുക്കുന്നതിന് തുല്യം. എന്നിട്ടാണ് ഈ ഡയലോഗ് മൊത്തം. ഇവിടെ ബാക്കിയുള്ളവർ ഇപ്പോൾ പിരിവൊക്കെ എടുക്കുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരൊക്കെ 150-200 രൂപ കൈ വെച്ചോണ്ടായിരിക്കും ചിലപ്പോൾ ഒരു 50 രൂപ എടുത്ത് ഇടുന്നത്. അതിനൊന്നും വിലയില്ല. അതൊന്നും ആരും ശ്രദ്ധിക്കത്തൊന്നുമില്ല. അതൊക്കെ ആർക്ക് വേണമെന്നുള്ള രീതിയിൽ. പക്ഷെ 1000 പേരോട് ഇടുമ്പോൾ അതിന്റെ റിസൾട്ട് വേറെയാണ്. അന്നൊരു 42 കോടിയോ ഏതാണ്ട് പിരിച്ചല്ലോ ഒരുത്തിനെ റെസ്ക്യൂ ചെയ്തുകൊണ്ട് വരാനായിട്ട്. ഗോപിച്ചമ്മണ്ണൂർ 1 കോടി ഇട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുവാണോ എന്തോ. അല്ല ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. മാർക്കറ്റിംഗ്, ഗുഡ് വില്ല്, ഇങ്ങനെയുള്ള പല സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്സുകാരുടെ പരിപാടി അതൊക്കെ തന്നെയാണ്. അതിനോട് തറ വർത്താനം മാത്രമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു രഹസ്യമൊഴി കൂടാതെ സ്ക്രീൻഷോട്ട്, കോൾ റെക്കോർഡിങ്, അങ്ങനെ പലതും കോടതി കിട്ടി കാണും. അല്ലേ പോലീസുകാർ ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കത്തില്ലെന്നേ. എന്തെങ്കിലും വേണ്ട. ഇപ്പൊ ഇവനെങ്ങാനും നീ ആലോചിച്ച് നോക്കി. ഇവനിപ്പോ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ ഈ ചെറിയൊരു ഈ എന്താണ് ദ്വയാർത്ഥ പ്രയോഗം എന്നൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും പറഞ്ഞപ്പോ എന്നെയും ആയിരുന്നു അതിന് കേസ് ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് അന്ന് തന്നെ ജാമ്യം തന്നിടുന്നതിന് കാരണം എന്താ? അതിനകത്തൊന്നും ചെയ്യാനില്ല. പക്ഷെ ഇതിനകത്ത് എന്തോ ഉണ്ട്, അതിൽ കൂടുതൽ എന്തോ കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? അല്ല ഒന്നും ഇങ്ങനൊന്നും പിടിക്കത്തൊന്നുമില്ലെന്നേ. പിന്നെ കോടതിയും പോലീസും തന്നെ ഹൺറോസിന്റെ ആണോ? അതുകൊണ്ടല്ല. ഹൺറോസ് കൊടുത്ത കംപ്ലൈന്റിന് എന്തോ നല്ല കാരണങ്ങളുണ്ട് അതിനകത്ത്. അല്ലാതെ കോടതി ഒന്നും ഇങ്ങനെ ഒരാളെ പിടിച്ചിടേണ്ട ഒരു ആവശ്യം. കോടതിക്ക് എന്താ പോച്ചെടുത്ത വിരോധം? കോടതിയുടെ പെങ്ങളെ ഒന്നും എനിക്ക് തോന്നുന്നില്ല പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ കോടതി നേരത്തെ പറഞ്ഞേനെ. എന്റെ പെങ്ങളെ അവൻ അവിടെ വെച്ച് 4 പിള്ളേരെ പിടിച്ച് നിർത്തിയിട്ട് അനാവശ്യം പറഞ്ഞു. അത് എന്റെ പെങ്ങളാന്ന് പറഞ്ഞേനെ, അല്ലെ മോളാന്ന് പറഞ്ഞേനെ. കോടതിയുടെ അവരെ പറ്റി ഒന്നും പറയാത്ത സ്ഥിതിക്ക് അവർ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. അത് വേറെ കാര്യം. ഇത് കുറെ വർഷങ്ങളായിട്ട് പോച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരു കലാപരിപാടിയാണ്. അത് ഇവിടെ വലിയൊരു കലാപരിപാടിയാണ്. സിനിമാടന്മാരും എല്ലാം സിനിമയ്ക്കകത്തും TV ഷോയ്ക്കകത്തും ഒക്കെ ഇത് നടക്കുന്നുണ്ട്. കോമഡിക്കകത്ത് വരെ ഇപ്പോൾ ഈ കലാപരിപാടി നടക്കുന്നുണ്ട്. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ആ മൊഴിയാ. മനസ്സിലായോ? അതുകൂടാതെ എന്തോ തെളിവും കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടോന്ന് ആർക്കറിയാം. ഇതൊക്കെ എന്താണെങ്കിലും. എന്താണേലും ഇപ്പൊ നേരത്തെ ആ ടൈറ്റിൽ അങ്ങ് മാറി
ഇപ്പൊ ലൈംഗിക അതിക്രമ കേസ് എന്നാണ് ടൈറ്റിൽ വാർത്തകൾ കാണുന്നത്. അത് എന്താണ് അതിക്രമം എന്ന് എനിക്കറിയത്തില്ല, ഏത് രീതിയിലാണ് അതിക്രമിച്ചത് എന്നുള്ളത് നമുക്കൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞ് പോട്ടെ, ജാമ്യം കിട്ടിക്കഴിഞ്ഞ് പിന്നെയും കിടന്ന് ഒരുമാതിരി കളി കളിക്കാൻ ഇയാൾ ആരുവ? അങ്ങനെ ഒരാൾ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞു നടക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. സ്വാതന്ത്ര്യ സമര സേനാനിമാരെ, ഗാന്ധി അടക്കമുള്ളവരെ എടുത്ത് നോക്ക്. എത്ര പേരാ ഈ ദ്വയാർത്ഥ പ്രയോഗവും പെണ്ണുങ്ങളെ ചുറ്റും കിടന്ന് കറക്കവും ചാട്ടവും തുള്ളലും മതിക്കലും ഇമാര് തറ കേസുകളും. ഒരു പെങ്കൊച്ച് പണ്ടങ്ങാണ്ട് ഇരുന്നിട്ട് പറയുന്നുണ്ട്, നീ കള്ളു കുടിച്ചിട്ട് എന്നെ മാന്തിയില്ലേ കടിച്ചില്ല എന്നൊക്കെ. പിന്നെ ഗാന്ധിയുടെ എത്ര വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങിയേക്കുന്നവരൊക്കെ രാവിലെ എഴുന്നേറ്റ് പറയുന്നതാ ഡബിൾ മീനിങ് ജോക്സ്. വാവ്, അടിപൊളിയായിരിക്കുന്നു. ഇയാൾക്ക് എന്ത് വേണമെന്ന് അറിയത്തില്ലെന്ന് തോന്നുന്നത്. ഏതോ മണ്ടന്മാര് കൂടെ ഉണ്ട്. ബോച്ചേനി ഇറങ്ങി കഴിഞ്ഞാൽ വേണേൽ നമ്മളൊക്കെ കൺസൾട്ട് ചെയ്ത് കാണിച്ചു തരാം. പൈസ ഉണ്ടെന്നോ ഈ പൊട്ടത്തരം കാണിക്കേണ്ട ആവശ്യം ബോച്ചയ്ക്കില്ല. ബോച്ചയ്ക്ക് വേണേൽ ഐഡിയ പറഞ്ഞു തരാം. വേണ അത്രേ ഉള്ളൂ. നല്ല ഐഡിയ വേണോ? ഐഡിയ ഇഷ്ടംപോലെ നമുക്ക് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അതും വേണമല്ലോ. ശരിയാണല്ലോ. ഈ പൊട്ടന്മാർ പറയുന്നത് കേട്ടിരിക്കോ? കൂടെ കുറെ എണ്ണമുണ്ട്. മോഹൻലാൽ ഐഡിയ വേണോ? നല്ല തരാം. അത് ശരിയാ, പുള്ളിക്ക് മനസ്സിലാവത്തില്ലോ അല്ലേ? ശരിയാണല്ലോ. എങ്ങനെ മനസ്സിലാക്കാനാണ് ഈ പൊട്ടനെയൊക്കെ? അത് തന്നെ കറക്റ്റ് ആട്ടോ. നമ്മൾ ആറാട്ടിന് മാനേജർ അറേഞ്ച് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എല്ലാം പറഞ്ഞു കൊടുത്തു. എങ്ങനെ നിൽക്കണം, എങ്ങനെ നടക്കണം എന്ന് വരെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അത് കേൾക്കത്തില്ല. അതേപോലെ തന്നെ ഈ ബോബി ചെമ്മണ്ണൂരും ഈ മോഹൻലാലും ഒക്കെ എല്ലാം ഇങ്ങനെ സംഭവിക്കത്തില്ല. കാരണം ഇവർക്ക് ചുറ്റും ആളുകൾ കാണും. പക്ഷെ അതുപോലത്തെ ആൾക്കാർ തന്നെയാണ് കൂടെ ഉള്ളത്. അവരിങ്ങനെ മൂപ്പിച്ചോണ്ടിരിക്കും. ബോധമുള്ള ഒറ്റൊരുത്തും കാണത്തില്ല. എല്ലാത്തിനും ബോധമുള്ളവർക്ക് ഇവനോട് നടക്കാൻ പറ്റത്തില്ല. കാരണം ഇത്തരം തറകളുടെ ആരടക്കാൻ കൂട്ടം കൂടുന്നത്. അടി ഇവന്റെ കാശുണ്ടെന്നല്ലേ ഉള്ളൂ, ഇവര് ബോധമില്ലല്ലോ. അതെ, പൃഥ്വിരാജിന് വലിയ ബോധമൊന്നും വിചാരിക്കണ്ട. ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഇല്ല. പിന്നെ ഈ പറഞ്ഞവർക്ക് എങ്ങനെയോ കാശുണ്ടായി പോയെന്നേ ഉള്ളൂ. അല്ലാതെ ഇവരോടൊന്നും നമുക്കൊന്നും നടക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ദിവസം കാണിക്കുന്ന ഒരു മണ്ടത്തരങ്ങള് ചെയ്തു കൂട്ടുന്നത് ഇത്തിരി പന്ന പരിപാടികൾ ഇങ്ങനത്തെ പറഞ്ഞ പണി കാണിക്കുന്നിടത്തിന് 2 പ്രാവശ്യം എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനാണ് പറയുന്നത് ഇത്ര എന്താണ് ഇതിന്റെ കാൽഭാഗം പറഞ്ഞവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഉള്ള കൂട്ടുകാരാ ഞാൻ പറയും ആദ്യം നിർത്ത്, എന്ത് കിടന്ന് കാണിക്കുന്നത്, കുറച്ച് ദിവസമല്ലേ ഇത് തന്നെ കാണിക്കുന്നത് എന്നുള്ളത് പറഞ്ഞ് അത് നിർത്തിക്കാൻ പറ്റും. പക്ഷെ ഇയാളെടുത്ത് നിർത്തിക്കാൻ പറ്റത്തില്ല. കാരണം എന്നാ, ഇവനല്ലേ വലിയ പുള്ളി. മനസ്സിലായില്ലേ? ഇവൻ വലിയ പുള്ളിയും ബാക്കിയുള്ളവരൊക്കെ പാവങ്ങളല്ലേ ചുറ്റും നിൽക്കുന്നേ. നമ്മളവിടെ അങ്ങനത്തെ ആൾക്കാരില്ലല്ലോ. നമ്മളെല്ലാവരും ഒരേ നിലവാരത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഒരുത്തരോട് പറയാം, അവൻ ചിലപ്പോൾ എടുക്കുകയും ചെയ്യും. എടുത്തില്ല അവന് പോയി, നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ തിരിച്ചും പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇത് എന്തിനും കുഴപ്പമുണ്ടെന്ന് തോന്നിയ ആൾക്കാർ പറയും അല്ലേ, ശ്രദ്ധിച്ചാ പറയണേ ഇത് നിർത്തിക്കും, ഇത് ഇത്തിരി പ്രശ്നമാ എന്ന് പറയുമ്പോൾ അത് കേൾക്കും. ചില പൊട്ടന്മാർ കേൾക്കത്തില്ല. അതിനകത്ത് ഒരാളെ ഈ 6 പേരൊക്കെ ഇവരുടെ എത്ര പറഞ്ഞാലും ഇവർ കേൾക്കത്തില്ല. അല്ലാത്ത ഏത് മനുഷ്യനോട് പറഞ്ഞാൽ കേൾക്കുന്ന പല കാര്യങ്ങളും ഇവർ ശ്രദ്ധിക്കത്തില്ല, ഇവർ മനസ്സിലാക്കത്തില്ല, ഇവർ അതിനനുസരിച്ച് ഒന്നും ചെയ്യത്തില്ല. പിന്നെയും പഴയതുപോലെ ഇപ്പൊ 6 ഇത്രയും പൈസയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ 6 കുറച്ച് പൈസയൊക്കെ ഉള്ള ചെക്കനായതുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നത്. ബോച്ചയുടെ അതിൽ കൂടുതലുള്ളതുകൊണ്ടാണ് ബോച്ച പ്രത്യേക വേഷം കെട്ടിയേക്കുന്നത്. അതിലും കൂടുതലുള്ളതുകൊണ്ടാണ് ഒരാൾ താടി പിടിക്കാൻ പറ്റാതായി പോയത്. അങ്ങനെ അത്രയും വ്യത്യാസമുള്ളൂ ഇവരൊക്കെ തമ്മിൽ. വലിയ ബുദ്ധിയൊന്നുമില്ല. എല്ലാത്തിന്റെ ഐക്യു ലെവൽ ഒരുപോലെ. ഐക്യു ആൻഡ് ഇക്യു സെയിം. അളവെടുത്ത് നോക്ക്. ഇതിനെന്തെങ്കിലും അളവ് പോലെ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്ക്. രണ്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം വെടക്കുത്തരവല്ലാതെ ഒന്നും ഇവർ പറഞ്ഞിട്ടില്ല. ഈ ബോബി ചെമ്മണ്ണൂർ, മോഹൻലാൽ, ആറാട്ടണൻ, പെരേര ഇവരെല്ലാം ഒരുപോലെ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ വന്നിട്ട് പൊട്ടത്തരം തന്നെയാ പറയുന്നത്. ഞാൻ നിരപരാധിയാണല്ലോ, സത്യമേവ ജനഹേ എന്നൊക്കെ ഞാൻ പറയുകയാണല്ലോ എന്ന് അലിൻ ജോസഫ് പെരേര പറയുന്നു. കുറച്ച് വാക്കുകളുണ്ടെന്ന് പറയാം. മോഹൻലാൽ പറഞ്ഞു എന്തല്ല പറഞ്ഞേക്കുന്നത്, പറയാൻ ലിസ്റ്റ് എടുക്കാം, അതിന് സമയം കാണത്തുള്ളൂ, അതിന് ഇത് തന്നെ പരിപാടി, വേറെ ഒരു പരിപാടിയും ഇല്ല. എവിടെ ഇറങ്ങിയാലും ഏറി കയറ്റം, എങ്ങനെയൊക്കെയോ കയറിപ്പോവും. ഇപ്പൊ കണ്ടില്ലേ, ബോച്ച പൊങ്ങിയപ്പോഴും പുള്ളി പൊങ്ങുന്നുണ്ട് കൂടെ. ഇവിടെ എന്ത് തീട്ട കേസ് നടന്നാലും അതിനകത്തല്ല ഒരു ചെറിയ പങ്ക്, ചെറുതല്ല നല്ല വലിയൊരു പങ്ക് പുള്ളിക്കുണ്ട് അല്ലേ. ഈ ദ്വയാർത്ഥ പരിപാടിക്കകത്തുണ്ട്, അത് 100% തന്നെ ഉണ്ടെന്ന്. അവിടെയാ പുള്ളി സ്റ്റാർ ആവുന്നത്. ഇവിടുത്തെ ഇങ്ങനെ നിൽക്കുകയല്ലേ അളിഞ്ഞളിഞ്ഞളിഞ്ഞളിഞ്ഞളിഞ്ഞളിഞ്ഞളിഞ്ഞ അയ്യോ അളിയൻ എന്നെ അളിയൻ ഇങ്ങനെ അളിയാതെ അളിയാ. അയ്യോ എന്നിട്ട് പോയേക്കാ, ജാമ്യം കിട്ടിയിട്ട് പോരുന്നില്ല. അവിടെ എന്താ പണി ചെയ്യുവാന്ന്, എന്തൊരു പണിക്കാരനാന്ന് നോക്കിക്കോണെ. അതെ അയാള് പോലീസുകാർ പരാതി പോലും സ്വീകരിച്ചിട്ടില്ല. രാഹുൽ ഈശ്വർ അഡ്വക്കേറ്റാന്നാ പറയുന്നത്. അവൻ ചെന്നിട്ട് പോലീസ് കേസ് എടുത്തിട്ടില്ല, എഫ്ഐആർ ഇട്ടില്ല, ഒന്നുമില്ല. അവൻ അതിന് ജാമ്യം എടുക്കാൻ നടക്കുക, കോടതിയെ സമീപിച്ചെന്ന്. ഇവൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, അതിന്റെ ഒരു കുഴപ്പമാ. മനസ്സിലായി? LLB കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെ ഇനി വല്ല പേപ്പറും എല്ലാം ബാക്കിയുണ്ടോ? ആർക്കറിയാം, വക്കീലന്മാരെല്ലാരും എല്ലാം അറിയുന്നൊന്നുമില്ല. ചിലപ്പോ ഇന്ന് രാവിലെ ആയിരിക്കും രാഹുൽ ഈശ്വർ അറിഞ്ഞത്. എന്നാലും എന്റെ അളിയാ എല്ലാരും ഇവിടെ കൂടുമ്പോ എന്ത് രസമല്ലേ. ശരിക്കും ഇവർക്ക് എന്തിങ്ങനെ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. രാഹുൽ ഈശ്വർ പുറത്തെങ്ങാണ്ട് പോയി പഠിച്ചിട്ട് വന്നിട്ട് കുറെ മണ്ടത്തരം പറഞ്ഞത്. ഇപ്പൊ ലോ മണ്ടത്തരങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുക. രാഹുൽ ഈശ്വർ കുറച്ചുകൂടെ മെച്ചപ്പെട്ടെന്നാ വിചാരിക്കുക. പക്ഷെ കുറച്ചുകൂടെ മെച്ചം ഉണ്ട് കേട്ടോ. പഴയ പൊട്ടത്തരമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനിയും കുറച്ചൊരു 2-3 വർഷം പ്രാക്ടീസ് കൂടെ ചെയ്താലേ രാഹുൽ ഈശ്വർ ഒരു അഡ്വക്കേറ്റ് ആകത്തുള്ളൂ. ഇപ്പൊ ഡോക്ടർ റോബിനെ പോലത്തെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റ് ആണ് രാഹുൽ ഈശ്വർ. അരച്ചു പോയാണ്ടൊക്കെ പറഞ്ഞ് നടക്കുക. ഡോക്ടർ അവൻ PG എടുത്തു കഴിഞ്ഞാൽ അറിയാലോ, അവൻ നല്ലൊരു ഡോക്ടർ ആവാൻ സാധ്യത ഉണ്ട്. പക്ഷെ നടക്കാൻ പോകുന്നില്ല. അപ്പൊ എന്തിലാണ്ട് ഇതും അതുപോലെ തന്നെ കേസില്ല വക്കീലായിട്ടിരിക്കുന്ന വലിയ കഥയൊന്നുമില്ല. കേസൊക്കെ എടുത്ത് കോർട്ടിലൊക്കെ ചെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചൊരു അഡ്വക്കേറ്റും അല്ലാതെ LLB കഴിഞ്ഞിറങ്ങി വന്ന അഡ്വക്കേറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുള്ളത് വളരെ വ്യക്തമാണ്. അതാണ് രാഹുൽ ഈശ്വറിന്റെ ഈ പരിപാടിയിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമോ?
അനദോസ് ആയിട്ട് പരാതി കൊടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ പരാതി ഇടുന്നതിന് മുമ്പ് അവിടെ പേപ്പറിൽ എഴുതി കൊടുത്തതാണ്. പോലീസുകാർ ഒരു കേസ് എടുത്തിട്ടില്ല. അതിനിപ്പുറം ഹൈക്കോർട്ടിലോട്ടൊക്കെയാണ് പോയത്. അയ്യോ എനിക്ക് ജാമ്യം തരണേന്നൊക്കെ. അടിപൊളി എഫ്ഐആർ ഇട്ട ആൾക്കാരാ അലിൻ ജോസ് പെരേരയൊക്കെ. അവന്മാര് പീഡന കേസിൽ പ്രതിയായപ്പോൾ ഞാൻ കലൂസ് എഴുതി കൂടെ കറങ്ങി നടക്കുന്നു. ഇതാണ് ഈ പറഞ്ഞ ആൾക്കാരുടെ പരിപാടി. എല്ലാം കണക്കാന്നേ. ഓരോന്നും